إن الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسول الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ സകല സമയത്തും പ്രപഞ്ചനാഥൻ സർവനിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിക്കൊണ്ട് മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ ഓരോ പുണ്യങ്ങളും അറിഞ്ഞും നുകർന്നും പകർന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പരമാവധി എല്ലാ സമയവും അള്ളാഹു ഇഷ്ടപ്പെട്ടതാക്കി, സ്വീകരിക്കപ്പെടുന്നതാക്കി മാറ്റി തീർക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുവാനാകട്ടെ. സ്രഷ്ടാവായ പടച്ചതമ്പുരാൻ എമ്പാടും അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ച സൃഷ്ടിവർഗമാണ് നമ്മൾ. അതിലോരോന്നിനെ പറ്റിയും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും എന്നുള്ളതാണ്. ثم لتسألن يومئذ عن النعيم.
നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖാനുഭവങ്ങളെ പറ്റിയും നാളെ അള്ളാഹു നമ്മോട് ചോദിക്കും എന്നുള്ളതാണ്. അപ്പൊ സ്വലാത്തിൽ തുടങ്ങി, നമസ്കാരത്തിൽ നിന്ന് തുടങ്ങി ഓരോന്നിലും അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. റബ്ബ് നമുക്ക് നൽകിയ സമ്പത്തിന്റെ വിഷയത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയുണ്ടായി. മിൻ ഐന തസറഹു വഫീമ അൻഫഖഹു, ഏത് വഴിയിൽ നിന്നാണ് നാം അത് നേടിയത് എന്നും ഏത് വഴിയിലൂടെയാണ് നമ്മൾ അത് ചെലവഴിച്ചത് എന്നുമുള്ള രണ്ട് ചോദ്യങ്ങൾ. അപ്പൊ ഇതിൽ രണ്ടിലും നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. സമ്പാദിച്ച വഴിയും ചെലവഴിച്ച വഴിയും. സമ്പാദിച്ച വഴി ശരിയാണ്, ചെലവഴിച്ച രീതിയും ശൈലിയും വഴിയും തെറ്റാണെങ്കിൽ പിടിക്കപ്പെടും. സമ്പാദിച്ചത് മോശപ്പെട്ട വഴികളിലൂടെയാണ്, എന്നാൽ ചെലവ് ചെയ്യുന്നതൊക്കെ നല്ല വഴികളിലൂടെയാണ്, അതും പ്രശ്നമാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ വലിയ ശ്രദ്ധ വേണമെന്നർത്ഥം. നമ്മൾ സമ്പാദിക്കുന്നതും ഹലാലായിരിക്കണം, ചെലവഴിക്കുന്ന മുഴുവൻ മാർഗങ്ങളും ഹലാലായിരിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹലാലായ സമ്പാദ്യം എന്നുള്ളത്. അനാമുഖമായി ഓതിവെച്ച സൂക്തം സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായതും അനുവദിക്കപ്പെട്ടതും മാത്രം ഭക്ഷിക്കുക. ഹലാലുമായിരിക്കണം, ത്വയ്യിബുമായിരിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരരുതേ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രു തന്നെയാണ് എന്നാണ് ഖുർആൻ നമ്മോട് ഉണർത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുഹൻ നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധമായതല്ലാതെ ഒന്നും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കൂല എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട കർമ്മങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട സമ്പാദ്യം, പരിശുദ്ധമാക്കപ്പെട്ട സ്വതക്ക എല്ലാം അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞ് പ്രവാചകൻ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു തരാണ്. ثم ذكر رجل يطيل السفر أشعث أغبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأنى يستجاب لذلك എന്നുള്ളതാണ്. പ്രവാചകൻ പറയാണ്, ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കണ്ടാൽ തന്നെ യാത്രാ ദൈർഘ്യം കൊണ്ട് ആകെ പ്രയാസപ്പെട്ട് ക്ഷീണിതനായ ഒരു മനുഷ്യൻ, അവന്റെ മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ പാറിക്കളിക്കുന്നുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ്, അല്ലെ, അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട്, റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥന. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണിത്. എന്നിട്ട് റസൂൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്, ആ മനുഷ്യന്റെ വസ്ത്രം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്, പാനീയം ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മദ്യപിച്ചു എന്നല്ല, പന്നിമാംസം കഴിച്ചു എന്നല്ല, പട്ടുവസ്ത്രമോ സ്വർണമോ അണിഞ്ഞു എന്നല്ല, ആ മനുഷ്യന്റെ സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നതാണ്. സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നത് കൊണ്ട് അവന്റെ സമ്പത്ത് മുഴുവൻ മലിനമായി, ഹറാമായി. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കൂല. ആലോചിച്ചോക്കെ, നല്ലതല്ലാത്ത കർമ്മങ്ങളും അല്ല സ്വീകരിക്കൂല, എന്തിനധികം പ്രാർത്ഥന പോലും സ്വീകരിക്കൂല. നമ്മളെ പഠിപ്പിക്കാണ് പ്രിയപ്പെട്ടവർ. അപ്പൊ ഹറാമായ സമ്പത്ത് നമ്മൾ ഒഴിവാക്കിയേ തീരും. അതിൽ പെട്ടതാണ് പിടിച്ചുപറി, മോഷണം, കൈക്കൂലി, സ്ത്രീധനം, ചൂതാട്ടം, പലിശ, ലോട്ടറി, ഇങ്ങനെ തുടങ്ങി അന്യായമായി നമ്മുടെ സമ്പത്തിലേക്ക് കയറി വരുന്നതെല്ലാം. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സകാത്ത് കൊടുക്കാത്ത സമ്പത്തും.
ചൂതാട്ടം പോലെ, പലിശ പോലെ, സ്ത്രീധനം പോലെ, ആളുകളെ പറ്റിച്ചുണ്ടാക്കിയതോ പിടിച്ചു പറിച്ചതോ അല്ലെങ്കിൽ കട്ടെടുത്ത ധനം ഒക്കെ പോലെ തന്നെയാണ്, മലിനമാണ് സക്കാത്ത് കൊടുക്കാത്ത നമ്മുടെ സമ്പത്ത്. പ്രിയപ്പെട്ടവർ, അത് സാധുക്കളായ ഒരുപാട് അവകാശികൾ, 8ഓളം അവകാശികൾ എണ്ണി പറഞ്ഞു ഖുർആൻ. അവരുടെ അവകാശമാണത്, ഒരിക്കലും നമ്മുടെ ഔദാര്യമല്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ 23 സ്ഥലങ്ങളിലാണ് നമസ്കാരത്തിന്റെ കൂടെ തന്നെ, കൂടെ ആയിട്ടോ, സെപ്പറേറ്റ് പറഞ്ഞതല്ല, നമസ്കാരത്തിന്റെ കൂടെയായി സക്കാത്തിനെ ചേർത്ത് വെച്ച 23 സ്ഥലങ്ങൾ. എന്ന പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാണവർ. വിശ്വാസികളുടെ ഗുണമാണത്. അല്ലാത്തവൻ അവിശ്വാസിയാണ്. ഇപ്പൊ കേവലം നിസ്കരിച്ചാ പോരാ, നമസ്കാരത്തെ പോലെ പ്രാധാന്യത്തോടെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി ഇസ്ലാം എണ്ണിയ, പരിഗണിച്ച, നിർബന്ധമാക്കിയ ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. പക്ഷെ എത്ര കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അത് വിട്ടുകൊടുക്കാൻ, അത് നൽകാൻ, അളന്ന് ക്ലിപ്തപ്പെടുത്തി അത് അവകാശികൾക്ക് എത്തിക്കാൻ ഇപ്പോഴും പല ആളുകൾക്ക് വൈമനസ്യമുണ്ട് എന്നുള്ളതാണ്, താല്പര്യമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് കാര്യഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. പരിശുദ്ധ ഖുർആൻ പ്രവാചകനോടായി പറയാൻ, ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസ്വല്ലി അലൈഹിം. അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ദാനം അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങുകയും, അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങുകയും അവർക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് നിർബന്ധമായിട്ട് വാങ്ങാൻ പറയാൻ. സ്വതക്ക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അല്ലേ? അത് ഐച്ഛിക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കേണ്ടതാണ്, നമുക്ക് താല്പര്യമുള്ളവർ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇതെന്തിന്റെ കൽപ്പനയാണ്? നീ വിശ്വാസികളിൽ നിന്ന്, അല്ലെ, അവരുടെ സമ്പത്തിൽ നിന്ന് നീ വാങ്ങണം എന്ന് പറയുന്ന, നിർബന്ധമായി പറയുന്ന കൽപ്പന സക്കാത്തിനെ പറ്റിയാണ്. അപ്പൊ അത് അവിടെയുള്ള ഒരു ഇസ്ലാമിക സിസ്റ്റം, അതിനന്ന് നേതൃത്വം വഹിക്കുന്ന പ്രവാചകനോട് പറയാണ് അത് വാങ്ങി, എന്നിട്ടോ അത് അർഹർക്ക് വിതരണം ചെയ്യും. അപ്പൊ മൂന്നാമതൊരു കക്ഷി അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ കാലങ്ങളായി നമ്മൾ പരിചയിച്ചു വരുന്ന, കാലങ്ങളായി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കണ്ടുവരുന്ന സ്വന്തം സക്കാത്തിനെ എടുത്ത് അവകാശികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കോ കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇസ്ലാമിന്റെ സക്കാത്ത് സിസ്റ്റം എന്നുള്ളത് ഈ ആയത്തിന് വ്യക്തമാണ്. പ്രവാചകനോട് സ്വീകരിക്കാൻ പറയുന്നു, പ്രവാചകനോട് അത് വാങ്ങാൻ പറയുന്നു, എന്നിട്ട് അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സിസ്റ്റം. ഇതാണ് ഇസ്ലാമിലെ സക്കാത്ത് സമ്പ്രദായം. അപ്പൊ അത് അതിന്റെ അവകാശികളെ തേടി കണ്ടെത്തുക എന്നുള്ളത് ആ സിസ്റ്റത്തിന്റെ ജോലിയാണ്, അല്ലേ? ആ സിസ്റ്റത്തിന്റെ ജോലിയാണ്. അതുകൊണ്ടാണ് സക്കാത്തിന്റെ 8 അവകാശികളിൽ ഒരവകാശിയായി ആമിലീന അലൈഹ, അല്ലെ, അതിനു വേണ്ടി പണിയെടുക്കുന്നവർക്ക് അതിലൊരു ഓഹരിയുണ്ട് എന്ന് വരെ വരുത്തിയത്. ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഭാഗത്തെ അതിൽ എണ്ണേണ്ട ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പൊ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു സക്കാത്ത് സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ നമ്മൾ ഏൽപ്പിക്കണം എന്നർത്ഥം. ഇത് ഖുർആനാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് പണ്ടേ കുറെ ആളുകൾ ഇങ്ങനെ വീട്ടിലൂടെ ചോദിച്ചു വരുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ സാധുക്കൾക്കൊക്കെ സക്കാത്തിൽ നിന്ന് ഇങ്ങനെ 10ഉം 5ഉം കൊടുത്തു തീർത്തത്? അന്ന് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു സക്കാത്ത് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലാഹു അലം, അറിയൂല. അല്ലെങ്കിൽ ആ ആളുകൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ബോധ്യം ഇല്ലാത്തത് കൊണ്ടാവാം. എന്തായാലും സിസ്റ്റം ഉള്ള സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികൾ ചെയ്യേണ്ടത് സക്കാത്ത് അളന്ന് ക്ലിപ്തപ്പെടുത്തി അത് സിസ്റ്റത്തെ ഏൽപ്പിക്കണം. നമ്മുടെ കയ്യിൽ 100% നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ 100%, അതിന്റെ 2.5% അളന്ന് നോക്കി സക്കാത്തിന്റെ നിസ്വാബെത്തിയ സമ്പത്തിൽ നിന്നുള്ള സക്കാത്തിന്റെ നിർബന്ധ വിഹിതം അത് സിസ്റ്റത്തെ ഏൽപ്പിക്കുന്നു. അതിൽ നിന്നല്ല നമ്മുടെ കൂട്ടുകാരെ, കുടുംബത്തിലെ പാവപ്പെട്ടവരെ, നാട്ടുകാരെ ഓർക്കേണ്ടത് അവിടെയല്ല. അത് ആ സിസ്റ്റം പഠിക്കട്ടെ. ആ നാട്ടിൽ ഏറ്റവും വലിയ അർഹതയുള്ള അതിന്റെ അവകാശികളെ പറ്റി ആ ഒരു കമ്മിറ്റി പഠിക്കണം.
അതിലേറ്റവും അർഹതപ്പെട്ടവരുടെ ആവശ്യങ്ങൾ അതിങ്ങനെ പരിഗണിക്കണം. ആ ആവശ്യങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സിസ്റ്റത്തെ സഹായിക്കണ്ടേ? നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെടുന്ന രണ്ടാളുകൾക്ക് വീട് വേണം, 2-3 ആളുകൾക്ക് ജോലി തൊഴിലേർപ്പെടുത്തി കൊടുക്കണം. ആ അസുഖമായി പ്രയാസപ്പെട്ട് കിടക്കുന്നവന്റെ ഓപ്പറേഷൻ, അതിന്റെ ചികിത്സ പൂർത്തിയാക്കുന്ന രൂപത്തിലേക്ക് അവനെ സഹായിക്കണം. വിദ്യാഭ്യാസ ചെലവുകൾ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നടത്തുന്ന പെൻഷൻ സമ്പ്രദായങ്ങൾ, അല്ലെ, മന്ത്രിയുള്ള സഹായം, ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ അടുത്ത് പൈസ വേണം. അത് നമ്മളെല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തു തുടങ്ങിയാൽ പിന്നെ നമ്മളെ തൊട്ട് ആ നീഡ്, ആ ആവശ്യം പൂർത്തീകരിക്കുകയും ഇല്ല. എന്നാൽ ആവശ്യ പൂർത്തീകരണത്തിനായുള്ള സിസ്റ്റത്തിൽ അതിനു വേണ്ട പൈസ ഉണ്ടാവുകയും ഇല്ല. ഇതൊരു പ്രശ്നമാണ്. ഇതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സക്കാത്ത് വാങ്ങുന്നവരുടെ എണ്ണം ഒരു കുറവുമില്ലാതെ അത് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഖലീഫ, അല്ലെ, ഉമർന്റെ ഖിലാഫത്ത് കാലത്ത് ആ നാട്ടിൽ സക്കാത്ത് വാങ്ങാനുള്ള അവകാശികൾ ഇല്ലാതായി. തൊട്ടടുത്ത നാട്ടിലേക്ക് സക്കാത്തിന്റെ പണം അത് അയക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്താണോ സക്കാത്ത് സംവിധാനം കൊണ്ട് ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് നടപ്പിലായി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അർഹതപ്പെട്ടവരുടെ ആ ആളുകളുടെ പ്രയാസങ്ങൾ അതിങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ട് ഈ വർഷത്തിൽ ഒരു 10 ആളുകളുടേതാണ് പൂർത്തീകരിക്കാൻ കഴിയുക. അടുത്ത വർഷം ആ 10 ആള് പ്രയാസം നോക്കണ്ടല്ലോ. അതിന്റെ അടുത്ത വർഷം 10 ആളുകൾ, അല്ലെങ്കിൽ എത്രയാണോ നമ്മുടെ സിസ്റ്റത്തിന് താങ്ങാൻ കഴിയുന്നത്, അങ്ങനെ ഓരോരുത്തരുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ, അവരെ രക്ഷപ്പെടുത്താൻ കഴിയണം. സക്കാത്തിലൂടെ ഒരാളെ മുതലാളിയാക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ സിസ്റ്റം. പക്ഷേ അവന്റെ പ്രയാസത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന 500-കൾ, നമ്മൾ കൊടുക്കുന്ന 1000-ങ്ങൾ, പ്രിയപ്പെട്ടവർ, എന്ത് പ്രയാസമാണ് അവരുടേത് ഒഴിവാക്കുക? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്ത് പ്രയാസമാണ് ഒഴിവാക്കുക? അപ്പൊ നമ്മൾ ആ കൊടുക്കുന്നത് എന്താ കൊടുക്കേണ്ടത്? സ്വതക്കയിൽ നിന്ന് കൊടുക്കണം. ബാക്കിയുള്ള 97.5% ഉണ്ടല്ലോ, അത് നമ്മളെടുത്തുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളെ കൂട്ടുകാരെ ഓർമ്മ വരണം, കുടുംബ ബന്ധങ്ങളെ ഓർമ്മ വരണം, ബാക്കിയുള്ളവരെല്ലാവരും ഓർമ്മ വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടെ കുറെ ആളുകൾ നിസ്കാരം തുടരുകയും സക്കാത്ത് നിർത്തുകയും ചെയ്തു. അവർ വിചാരിച്ചു ഇത് പ്രവാചകനുള്ള എന്തോ ഒരു ടാക്സ് ആണ് എന്നുള്ളതാണ്. ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയണേ, വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്വഭാവം ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. സൗമ്യ സ്വഭാവനായ, ശാന്തനായിട്ടുള്ള അങ്ങനെ പെരുമാറാൻ അറിയുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കോപിച്ച രംഗമാണിത്. വല്ലാഹി വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കാണിച്ചവനോട് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും, അവനോട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ആ സക്കാത്ത് വാങ്ങുന്നതാണ്. അപ്പൊ അതിന് വ്യക്താണല്ലോ പ്രിയപ്പെട്ടവർ, ഇത് സ്വതക്കല്ല. സക്കാത്ത് നിങ്ങളടുത്ത് വന്ന് വാങ്ങാനുള്ള, ചോദിക്കാനുള്ള അവകാശം ആ സിസ്റ്റത്തിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ അളന്ന് കൃത്യപ്പെടുത്തി ആ കണക്കു പ്രകാരമുള്ള പൈസ അത് ആ സിസ്റ്റത്തെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് എത്രത്തോളം പറഞ്ഞു അറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു, വല്ലാഹി ലൗ മനഉനി ഇഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും അലാ മൻഇഹി. പ്രവാചകന്റെ കാലത്ത് ഒരു ഒട്ടകത്തെ സക്കാത്ത് കൊടുത്തവൻ, അവൻ ആ ഒട്ടകത്തെ കൊടുത്തപ്പോ ആ ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു കയറുമുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് സക്കാത്ത് നൽകുമ്പോൾ ഒട്ടകത്തെ മാത്രം നൽകുകയും ആ കയർ അവൻ ഊരിയെടുത്ത് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ കയറിന് വേണ്ടി വരെ ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. അപ്പൊ എത്രത്തോളം ഇതിന്റെ കണക്ക് ക്ലിപ്തപ്പെടുത്തണം, തിട്ടപ്പെടുത്തണം എന്നുള്ളത് ഇതിന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ. എന്റെ സക്കാത്ത് കൂട്ടി നോക്കിയപ്പോൾ 5959 രൂപ എന്നാണെങ്കിൽ 5950 ഞാൻ റൗണ്ട് ചെയ്യേണ്ടത്, 5980 5000 അല്ലെങ്കിൽ 6000 അല്ലേ? ഒന്നെങ്കിൽ 60 അല്ലെങ്കിൽ 6000 റൗണ്ട് ചെയ്ത് കണ്ട് ഇല്ല, ഇങ്ങോട്ടൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യണ അറിയോ? എന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ്. എന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ, ഇല്ലെങ്കിൽ എന്താണ് അപകടം? ഞാൻ പ്രാർത്ഥിക്കണ പ്രാർത്ഥന സ്വീകരിക്കില്ല. എന്താ എന്റെ പ്രാർത്ഥന അറിയോ? അല്ലാഹുവേ, എന്റെ കച്ചവടത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ എന്ന പ്രാർത്ഥന. പക്ഷെ എന്റെ കച്ചവടം ഗുണം പിടിക്കണില്ല. കാരണം സക്കാത്ത് കൊടുക്കാതെ എന്റെ കച്ചവടം അത് ഹറാമിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു,
ഞാൻ എന്റെ സമ്പത്ത് സക്കാത്തിന്റെ അളവ് നോക്കണില്ല, എനിക്ക് തോന്നിയ എമൗണ്ട് ഓരോ വർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. എന്താ സംഭവിക്കുന്നത്? എന്റെ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ, അസുഖബാധിതനായ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ ഖബറിൽ നിന്ന് എന്റെ പ്രയാസകരമായ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാൻ, പലതിനും ഞാൻ പ്രാർത്ഥിക്കാൻ. അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ. വെറുതെ ഒന്നും പറയാത്ത, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹ് കേൾക്കൂല, അല്ലാഹ് ഉത്തരം ചെയ്യൂല. കാരണം എന്താണ്? സമ്പത്തിൽ ഹറാം കലരുന്നു എന്നാണ്. സക്കാത്ത് കൊടുക്കാത്ത സമ്പത്ത് ഇപ്പോഴും നമ്മുടെ കൈവശമുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും ആലോചിച്ചു നോക്കുക. പല ചെറുപ്പക്കാരികളും സഹോദരിമാരും അവരിപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അണിയുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല പോലും, അല്ലേ? നല്ല സുഖാണല്ലോ, ഉള്ള സമ്പത്ത് മുഴുവൻ അത് ഭർത്താവിന്റെ കൂടെ ആഭരണമാക്കി ആക്കി കൊടുത്താൽ വർഷത്തിൽ ഒരിക്കൽ എടുത്ത് അണിയുന്ന ആളുകൾ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഇന്നുമുണ്ട് എന്നാണ്. അണിയുന്ന ആഭരണത്തിന് സക്കാത്തില്ല എത്ര? ഇല്ല. അങ്ങനെയല്ല, സ്വർണത്തിന് നിസാബുണ്ട്. ആ നിസാബെത്തിയാൽ സ്വർണത്തിനും സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. കാർഷിക വിളകൾക്ക് സക്കാത്തുണ്ട്, അതിന്റെ നിസാബെത്തിയാൽ യൗമ ഹസാദിഹി, അതിന്റെ വിളവെടുപ്പ് ദിവസം സക്കാത്ത് കൊടുക്കൽ ബാധ്യതയാണ്. സമ്പത്തിന് സക്കാത്തുണ്ട്, വെള്ളിക്ക് സക്കാത്തുണ്ട്. നമ്മുടെ സമ്പത്തിനെ നോക്കി, നിസാബ് നോക്കി, 590 ഗ്രാം വെള്ളിയുടെ അളവും പൈസയും കണക്ക് നോക്കി അതിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, നിസാബ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ അതിന്റെ സക്കാത്ത് കൊടുക്കൽ എന്റെ ബാധ്യതയാണ്. നമസ്കരിക്കുന്ന എന്റെ ബാധ്യതയാണ് എന്നർത്ഥം. നമസ്കരിക്കുന്ന ഞാൻ കൊടുത്തു വീട്ടേണ്ടതാണ് എന്നർത്ഥം. പ്രവാചകരും സ്വഹാബത്തും ഖലീഫമാരും ഒക്കെ അത്ര കാർക്കശ്യത്തോടു കൂടി സമീപിച്ച വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. സക്കാത്ത് നൽകാത്തവന് പരലോകത്തുള്ള ശിക്ഷ എന്താണ്? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപമാക്കി വെക്കുകയും അത് യാതൊന്നും അതിൽ നിന്ന് ചെലവ് ചെയ്യാതിരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാതിരിക്കുകയും ചെയ്യുന്നവർ, ഫബശ്ശിർഹും, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്തുകൊണ്ടാണ്? ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് ഖുർആൻ പറയാൻ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവർ ഈ സമ്പാദിച്ചു വെച്ച സ്വർണ്ണവും വെള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് നരകത്തിലിട്ട് ഇങ്ങനെ ചുട്ടുപഴുപ്പിക്കും. ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ പാർശ്വഭാഗങ്ങൾ, അവരുടെ നെറ്റിത്തടങ്ങൾ, അവരുടെ മുതുകുകൾ, ഇവിടെയൊക്കെ അതുകൊണ്ട് പൊള്ളിക്കും, ചൂടുവെക്കും. ഹാദാ മാ കനസ്തും, ഇതാണ് നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് എന്നവരോട് പറയും. ലി അൻഫുസിക്കും, അല്ലേ, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചത് ഇതാണ്. ഫദൂഖൂ, നിങ്ങൾ എൻജോയ് ചെയ്യുക, നിങ്ങൾ ആസ്വദിക്കുക. മാ കുൻതും തക്നിസൂൻ, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കൂട്ടി വെച്ച സമ്പത്തുണ്ടല്ലോ, അത് നിങ്ങൾ നന്നായി ആസ്വദിച്ചു കൊള്ളുക എന്ന് കളിയാക്കിയവരോട് പറയാണ്. പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ എത്രയോ ഖുത്ബകൾ, എത്രയോ ആയത്തുകൾ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോഴും എത്രത്തോളം അത് കൃത്യപ്പെടുത്തി കൊടുക്കാൻ, ഇത് നമ്മുടെ കുറെ സാധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, അല്ലെ? സക്കാത്ത് എന്തായി കൊടുത്തിട്ടില്ലല്ലോ, കാണാനല്ലോ, തേടി വരികയാണ്. ഈ നോമ്പ് നോറ്റ് വെയിലും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സക്കാത്ത് സ്വീകരിക്കാൻ വരേണ്ട സിസ്റ്റം അത് വേണോ? അല്ല. നമ്മൾ നിർബന്ധ ബാധ്യതയായിട്ട് നമ്മൾ കാണേണ്ട ഒന്നിനെ, എന്റെ പരലോകത്തെ, എന്റെ ഖബറിനെ, എന്റെ ശിക്ഷയെ, രക്ഷയെ ഓർത്തുകൊണ്ട് നമ്മൾ അത് കൃത്യപ്പെടുത്തി കൊടുക്കൂലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഇന്നോ നാളെയോ മറ്റന്നാളോ എന്നാണ് നമ്മുടെ മരണത്തീയതി പോലും അറിയില്ല. ഏത് സമയത്ത് മരിച്ചു വീഴേണ്ടി വന്നാലും കൃത്യമായി സമ്പത്തിൽ നാളെ 2 ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ എന്റെ വന്ന വഴിയും ഞാൻ നൽകിയ വഴിയും കൃത്യമാണ് എന്ന ഉറപ്പോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് പോകാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ എന്നുള്ളതാണ്. പരലോകത്ത് അവന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ്. മൻ അതാഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു മുസ്സില ലഹു മാലുഹു ശുജാഅൻ അഖറ ലഹു സബീബതാൻ യുതർരിഖുഹു യൗമൽ ഖിയാമ. നോക്കിയേ നിങ്ങൾ, എന്താണ് സംഭവിക്കുന്നത് അറിയോ? സക്കാത്ത് കൊടുക്കാത്തവനുള്ള ശിക്ഷയാണ്. അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് നൽകി, അവൻ അതിന്റെ സക്കാത്ത് നൽകിയതേ ഇല്ല. എന്നാൽ പരലോക ദിവസം ആ ധനം അവന്റെ മുമ്പിൽ തലയിൽ 2 കറുത്ത പുള്ളികളോട് കൂടിയ ഒരു മൂർഖൻ പാമ്പിന്റെ രൂപത്തിൽ അവൻ ഇങ്ങനെ എതിരെ നിൽക്കുമെന്നാണ്. നോക്കി നിങ്ങൾ. എന്നിട്ട് അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ കടിച്ചു പിടിക്കുകയും
ഒരു ആഭരണം പോലെ അവന്റെ കഴുത്തിൽ ചുറ്റുകയും എന്നിട്ട് എന്താ പറയണ അറിയോ? യുഗ്നി ബിശിദ്ഖി അന മാലുക അന കൻസുക, ഞാനാണ് നിന്റെ ധനം, ഞാനാണ് നിന്റെ സമ്പത്ത്, ഞാനാണ് നിന്റെ നിധി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ആഞ്ഞു കുത്തുന്ന രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തതിനുള്ള ശിക്ഷ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ, ഭീകരമായ രൂപത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ് ഖുർആൻ, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, തന്റെ ആഗ്രഹം മൂലം അള്ളാഹു നൽകിയ ധനത്തിൽ പിശുക്ക് കാണിക്കുന്നവൻ ഒരിക്കലും വിചാരിക്കരുത് അത് അവന് ഗുണകരമാണ്. ഈ വർഷം ഞാൻ സക്കാത്ത് കൊടുത്തില്ല, അതെനിക്ക് ലാഭായി, അടുത്ത വർഷം കൊടുത്തില്ല, അതും എനിക്ക് ലാഭായി എന്ന് അല്ലേ? വലാ തഹ്സബന്നല്ലദീന, ഒരാളും അങ്ങനെ വിചാരിച്ചു പോകണ്ട. ഇത്ര വലിയ ശിക്ഷ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ ഒരു സക്കാത്ത് സംവിധാനമുണ്ട്. നിങ്ങളുടെയൊക്കെ നാടിൽ, ചിലപ്പോൾ നാടുകൾ വ്യത്യസ്തമായിരിക്കാം, അവിടെയൊക്കെ അങ്ങനെ ഒരു സക്കാത്ത് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ 10-10.5 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ വർഷം ഈ പള്ളിയിൽ സക്കാത്തിൻ്റെതായി നമ്മൾ നൽകിയതാണ്. ആ നൽകിയത് അത്ര തന്നെ വളരെ ചെറിയൊരു എമൗണ്ട് എന്തോ ബാലൻസ് ആയിട്ടുള്ളൂ, അത്ര തന്നെ തുക അതെന്ത് ചെയ്യാണ്, അതിന്റെ അവകാശികൾക്ക് നൽകുകയാണ്. ശരി, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സിസ്റ്റം എന്നുള്ളത്. അത് നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യാറില്ല. ആ സിസ്റ്റത്തെ ആ 2.5% കൃത്യമായി ഏൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് സക്കാത്ത് വാങ്ങിക്കുന്ന ഒരാൾ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവന് ഒരു ജോലി ഏർപ്പെടുത്തി കൊടുത്തിട്ട് അടുത്ത വർഷം അവനിൽ നിന്നും കൂടെ ഇങ്ങോട്ട് സക്കാത്ത് സ്വീകരിക്കുന്ന ഒരു മനോഹരമായ സിസ്റ്റം, അതാണ് ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരുടെ ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കുന്ന, പ്രയാസങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന മനോഹരമായ സംവിധാനമാണ് സക്കാത്ത്. ആ സക്കാത്ത് നമ്മുടെ സമ്പത്തിനെ ചുരുക്കൂല, അത് വളർത്തുകയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധി, വളർച്ച എന്നൊക്കെ അതിന് അർത്ഥം വെക്കുക. നമ്മുടെ സമ്പത്തിനെ ശുദ്ധിയാക്കുകയും നമ്മുടെ സമ്പത്തിനെ വളർത്തുകയും ചെയ്യും. ലോകത്തെവിടെയും സക്കാത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനായി പോയത് എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ലോകത്ത് എന്റെ ബിസിനസ് തളർന്നുകൊണ്ട് ഞാൻ ആകെ തകർന്നു പോയി, എന്റെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ആകെ പാപ്പറായി പോയി, ഇങ്ങനെയൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ സക്കാത്ത് കൊടുത്തു തുടങ്ങിയതുകൊണ്ട് എനിക്ക് വീഴ്ച സംഭവിച്ചു, ഞാൻ ആകെ പാപ്പറായി പോയി എന്നൊരാൾ പറയൂല. അങ്ങനെ പറയേണ്ട അവസ്ഥ അല്ല ഉണ്ടാക്കൂല. അല്ലത് വളർത്തി തരും കൂട്ടരെ, അല്ല അതിന് ബർക്കത്ത് തരും. പടച്ചോന പറഞ്ഞ അത് വളർത്തി തരും എന്നുള്ളത്. പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? ആ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ നമ്മളിൽ ഉണ്ടാകണം. നമ്മളിലുണ്ട്, നമ്മുടെ കുടുംബക്കാരും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിനെപ്പറ്റി വലിയ ബോധമില്ലാതെ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണിയുന്ന ആഭരണത്തിന് വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റമദാൻ ആകുമ്പോ കുറച്ച് 2000-3000 കൊടുത്തിട്ട് സക്കാത്ത് കൊടുത്തു എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന അതല്ല. ഇത് കൃത്യമായി തോന്നുന്നു. കച്ചവടക്കാരനാണ് ഇയാളുടെ സ്റ്റോക്ക് നോക്കി കിട്ടാവും. നമ്മൾ കുറെ ആൾക്കാർ ഒരു 10 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഉറപ്പുള്ള തുകയാണെങ്കിൽ അതുപോലും വകയിരുത്തി അതിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം എന്നല്ലേ? നമ്മളെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടില്ലേ, നമ്മളെ ഇങ്ങോട്ട് വരുമാനമുള്ള ഓരോ വസ്തുക്കളുടെ ഒക്കെ നോക്കി കൃത്യപ്പെടുത്തിയിട്ട കണക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ശിക്ഷയിൽ നിന്ന് ഒഴിവാകണം, രക്ഷയുടെ മാർഗത്തിൽ എത്തണം. അതിന് പ്രിയപ്പെട്ടവരെ, സക്കാത്തിനെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുവാനാകട്ടെ. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസിക്കും വഇയ്യായ സാനിയൻ ബിത്തഖ്വ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, സീരിയസ് ചെയ്യുക. സക്കാത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരാളിങ്ങനെ കലക്ഷന് വേണ്ടി വരികയാണ്, ഏതോ ഒരു നല്ല സംരംഭത്തിന്റെ കലക്ഷൻ. അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ സത്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയണം, എന്റെ കയ്യിൽ ഒന്നുമില്ലടാ, നിനക്ക് തരാൻ ഒന്നുമില്ല. അപ്പൊ ഇത് കേട്ട ഒരു അപരിചിതനായ വ്യക്തി, നമുക്ക് പരിചയമൊന്നുമില്ല, അദ്ദേഹം നമ്മുടെ കയ്യിൽ 1,00,000 രൂപ തരികയാണ്. 1,00,000 രൂപ തരും. എന്നിട്ട് അവൻ നമ്മോട് പറയണേ, ആ വന്നയാൾക്ക് നീ ഇതങ്ങോട്ട് കൊടുത്തല, ആ വന്നയാൾക്ക് നീ ഇതങ്ങോട്ട് കൊടുത്തല. അപ്പൊ ഞാൻ ഏതായാലും അദ്ദേഹത്തിന് 1,00,000 രൂപ ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ഇപ്പൊ നടക്കുന്നത്?
ഒന്നുമില്ല എന്ന് പറഞ്ഞ ഞാൻ അത് കേട്ട ഒരാൾ എനിക്ക് 1 ലക്ഷം രൂപ തരുന്നു, അത് കൊടുക്കാൻ പറയുന്നു. അപ്പൊ ഇത് മുഴുവൻ കൊടുക്കാൻ മനസ്സില്ലാതെ, അല്ലെ, മനുഷ്യന്റെ മനസ്സാണല്ലോ, ഇത് കുറച്ചോ കൊടുത്താൽ മതിയോ ഇല്ലയോ എന്നുള്ള ഇങ്ങനെ ശങ്കിച്ച് അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി എന്നോട് പറയണേ, നിനക്ക് പൈസക്ക് അത്യാവശ്യം ഉണ്ടല്ലേ, അപ്പൊ ഞാൻ വേഗം തലയാട്ടി കൊടുത്തു, അതെ എനിക്ക് വലിയ ആവശ്യമുണ്ട്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, മുഴുവൻ കൊടുത്തലാന്ന് പറഞ്ഞ ആള് വലിയൊരു അളവ് തരികയാണേ, കേവലം അതിന്റെ 2500 രൂപ മാത്രം കൊടുത്തല. 97,500 അത് നീ നിനക്ക് ഇഷ്ടമുള്ള നിന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചോ, ഡ്രസ്സ് വാങ്ങാൻ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വീടിന്, വാഹനത്തിനൊക്കെ ഉപയോഗിച്ചോ, ഒരു 2500 മാത്രം കൊടുത്തലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് വലിയ സന്തോഷം ഉണ്ടാവണം. കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ആരോ കേട്ടിട്ട് 1 ലക്ഷം കയ്യിൽ തന്ന് വെറുതെ 2500 കൊടുത്താൽ മതി, ബാക്കി 97,500 നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കണം, ഞാൻ എത്ര വേഗത്തിൽ ആ 2500 കൊടുക്കും. നമ്മളൊക്കെ കൊടുക്കൂലേ, പ്രിയപ്പെട്ടവർക്ക് കൊടുക്കും. എന്നാൽ ഈ മനുഷ്യൻ എന്താ ചെയ്യണറിയോ? ആ 2500 ഞാൻ കൊടുക്കൂല എന്ന് പറയാം. ഇല്ല, ഞാൻ ഒന്നും കൊടുക്കൂല. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ നമ്മുടെ മനസ്സിൽ എത്ര മോശക്കാരനാണ്. നമ്മുടെ സമ്പത്ത് പോലും അല്ല, ആരോ ഒരാൾ കയ്യിൽ കൊണ്ടുവന്ന് വെച്ച 1 ലക്ഷത്തിൽ നിന്ന് ഒരു 2500 എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കടാ എന്ന് പറഞ്ഞപ്പോ അതും ഞാൻ കൊടുക്കൂല എന്ന് പറയുന്നവന്റെ ധാർഷ്ട്യം എന്താണ്? അല്ലേ, അവൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി എന്താണ്? സത്യത്തിൽ ഇതുപോലെയല്ലേ 2.5% സക്കാത്ത് കൊടുക്കാത്തതിന്റെ അവസ്ഥ? ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കയ്യിൽ 100% വെച്ച് നൽകിയ പടച്ച തമ്പുരാൻ, എല്ലാം നൽകിയ റബ്ബ്, അതിന്ന് 2.5, അത് അന്റേതല്ല, അത് സാധുവിൻ്റെതാണ്, ദരിദ്രന്റെതാണ്. അങ്ങനെ കുറെ അവകാശികളെ പറഞ്ഞത് അവർക്കുള്ളതാണ്. അത് കലക്ട് ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. നീ ആ സിസ്റ്റത്തെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയണേ, അള്ള നൽകിയ സമ്പത്ത് കൈ പിടിച്ചിട്ട് ഞാൻ പറയണേ, ആരോട്? മനുഷ്യനോട് കൂടെ അല്ല, പടച്ചോനോട്, സൃഷ്ടാവായ റബ്ബിനോട് പറയണം, പടച്ചോന് കൊടുക്കൂല, ആ 2.5 ഞാൻ കൊടുക്കൂല. 2 കിലോ കോഴിയിറച്ചി വാങ്ങാൻ പോയപ്പോ കോഴിയിറച്ചി എനിക്ക് ഹലാലാണ്, പക്ഷെ അതിന്റെ രക്തവും കാഷ്ടവും അതിന്റെ തൂവലിനും നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? അല്ലേ, അതിന്റെ ഒരു 2.5% അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന ഭാഗം ആ കോഴിയിറച്ചി തിന്നോ, അതെനിക്ക് ഹലാലാണ്, അത് തിന്നോ. ആ വേസ്റ്റ് ഒഴിവാക്കിക്കള, അത് എന്റേതല്ല, അതെനിക്ക് അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചപ്പോ ഞാൻ പറയണേ, ഞാൻ കോഴിയിറച്ചിയും തിന്നും, കോഴിക്കാഷ്ടവും തിന്നും, ഞാൻ കോഴിയിറച്ചിയും തിന്നും, അതിന്റെ തൂവലും കഴിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് പോലെയാണ്. അള്ള നൽകിയ സമ്പത്തിൽ 2.5% പോലും ഞാൻ സക്കാത്ത് കൊടുക്കില്ല എന്ന വാശിയായി അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുടുംബ ബന്ധങ്ങളോട് ഇത് പറയണം. അവരുടെ ആ നാട്ടിലെ സിസ്റ്റം ഏതാണോ ആ സിസ്റ്റത്തിന് സക്കാത്ത് കൊടുപ്പിക്കാൻ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഉണർവും ഉന്മേഷവും ആവേശവും നൽകണമെന്നർത്ഥം. അത് ഈ റമദാൻ കൊണ്ട് സാർത്ഥകമാകട്ടെ, അതിനുള്ള സമ്പത്തിന്റെ ശുദ്ധീകരണത്തിനുള്ള അവസരം കൂടിയാകട്ടെ ഈ റമദാൻ. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധിക്കും, അല്ലെ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പാപക്കറയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അതിന് തൗബ ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ വിശുദ്ധിക്കും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരം ശുദ്ധിയാക്കുന്നത് പോലെ, ജീവിതം വിശുദ്ധിയാക്കുന്നത് പോലെ അനിവാര്യമായി ശുദ്ധീകരിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ സമ്പത്ത് എന്നുള്ളത്. ആ സമ്പത്ത് ശുദ്ധീകരിക്കാനുള്ള 2 വഴികളാണ് സക്കാത്തും സ്വതക്കയും. സ്വതക്കയും സക്കാത്തും ആവേശത്തോടെ നിർവഹിക്കുന്നവരാകണം വിശ്വാസികൾ. അങ്ങനെയുള്ള ആവേശത്തോടെയും ഇഷ്ടത്തോടെയും സക്കാത്തും സ്വതക്കയും നിർവഹിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈ റമദാൻ കൊണ്ട് ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യങ്ങളും ഞങ്ങൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. ഇന്ന് ഈ പള്ളിയിൽ നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ സാന്ത്വനം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, നിലവിലുള്ള 429 രോഗികളും ഈ മാസം പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് 25 രോഗികൾ, ഡയാലിസിസ് കിറ്റ് നൽകുന്ന 42 രോഗികൾ, പ്രായം ചെന്ന രോഗികൾ 109 ആളുകളുണ്ട്, അല്ലെ, സൈക്യാട്രി രോഗികൾ 64 ആളുകൾ, അരക്ക് താഴെ തളർന്നു കിടക്കുന്നവർ 11 ആളുകൾ. ഇങ്ങനെ പറയാൻ കാരണം അറിയോ? അത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ആളുകൾക്ക്
ഓരോ മാസവും ഓരോ ദിവസവും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന പാലിയേറ്റീവുകൾ നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചതാണ്. എത്രമാത്രം നമ്മൾ അവരുമായിട്ട് സഹായിക്കണം എന്നുള്ളത്. ഒരു മാസം ശരാശരി ചെലവ് 3 ലക്ഷം രൂപയുടെ മുകളിലാണ്. അപ്പൊ അത് എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്കറിയാലോ. നമ്മളൊക്കെ കൊടുക്കുന്നതന്നെ ഉള്ളൂ, നമ്മളൊക്കെ കാര്യമായിട്ട് സഹായിക്കുന്നതന്നെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്തുള്ള പാലിയേറ്റീവ് പോലുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അകമഴി അള്ളാഹുവിന്റെ വജഹ് കാക്ഷിച്ചുകൊണ്ട്, ഇവിടെ വേറൊന്നും നമുക്കില്ല. ആരും നമ്മൾ കൊടുക്കണ 500 1000 കാണാനൊന്നും പോണില്ല. ആരും നമ്മൾ അഭിനന്ദിക്കാനൊന്നുമില്ല. അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ പ്രതിഫലം, നാളത്തെ രക്ഷ, എന്റെ പരലോക വിജയം, ഇത് മാത്രമാണല്ലോ നമ്മൾ ആഗ്രഹം. ഓരോരുത്തരും ഇല്ലേ, പിരിവുകാരായും പലതുമായി നമ്മുടെ പള്ളിയുടെ ഭാഗമായിട്ടുള്ള കളക്ഷനുകൾ ഉണ്ട്. ഓരോന്നായിട്ട് നമ്മളെടുത്ത് വരുമ്പോ ഇഷ്ടത്തോടെയാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്താ പറയുക, ഇതെന്റെ പരലോകത്തേക്കുള്ള നീക്കിയിരിപ്പാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാണ്. അതുകൊണ്ട് ഇഷ്ടത്തോടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ചെറുതും വലുതായിട്ടും ഒക്കെ കൊടുക്കുക. ചെറുതാക്കാനല്ല സ്വതക്ക കൊണ്ട് നമ്മൾ നോക്കേണ്ടത്, പരമാവധി അതിനെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര കൊടുത്താലും അത് അള്ളാഹു നമുക്ക് പകരം നൽകും എന്നുള്ളത് ഖുർആൻ നൽകുന്ന ഉറപ്പാണ് എന്ന് കൂടെ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരും നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ വ്യത്യസ്ത ആവശ്യക്കാർ, വിദ്യാർത്ഥികൾ, ജോലിക്കാർ, കച്ചവടക്കാർ, യാത്രക്കാർ, റബ്ബേ, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള സതുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണമേ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ജോലികളിൽ, വ്യവഹാരങ്ങളിൽ, കുടുംബജീവിതത്തിൽ ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا ووالدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين وبرحمتك يا أرحم الراحمين والحمد لله رب العالمين.